നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലാവസ്ഥയൊക്കെ പ്രതികൂലമാകുവാൻ തുടങ്ങി. മിഥുനമാസമല്ലേ, മഴയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലുമൊക്കെ ശക്തമായ മഴയുണ്ടെന്നൊക്കെ അറിഞ്ഞു. എങ്കിലും എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പതിവ് പോലെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 2025 ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ദിവസം ധനനേട്ടത്തോടെ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ചിലർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 2-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം 26-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. സൂര്യോദയ സമയം രാവിലെ 6:08, അസ്തമയ സമയം വൈകുന്നേരം 6:37. ഉദയാൽപരം തീയതി പഞ്ചമി തീയതിയാണ്. പഞ്ചമി തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:29 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച ദിവസവുമായിട്ട് പഞ്ചമി തീയതി ചേരുന്നത് നല്ലതാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അനുകൂലമായ സമയം നോക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ പഞ്ചമി തീയതിയല്ലേ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല തിഥിയാണ് പഞ്ചമി തീയതി. അപ്പോൾ പഞ്ചമി തീയതി തിങ്കളാഴ്ച ദിവസം വന്നു ചേരുന്നു. തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:29 വരെ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ്. ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച 1:01 AM എന്ന് പറയുന്ന സമയത്താണ് ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച 1:01 AM എന്ന് പറയുന്ന സമയത്താണ് ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. ഔട്ട നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 12:15 എന്ന് പറയുന്ന സമയത്താണ്. അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ 12 മണി, പിന്നെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഔട്ട നക്ഷത്രം അവസാനിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം 00:15 AM എന്ന് പറയുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഔട്ട നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഔട്ട നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സമയം പറഞ്ഞുതരാം. കാരണം ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കുറിലാണോ ഔട്ടം നക്ഷത്രം മകരക്കുറിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സമയം പറഞ്ഞുതരാം. ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:01 മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:01 വരെയുള്ള സമയം മകരക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ദിവസം ഔട്ട നക്ഷത്രമാണല്ലോ 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഔട്ട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഔട്ട നക്ഷത്രപ്രകാരമാണ് ഇവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഔട്ട നക്ഷത്രം ചില നാളുകാരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഏതൊക്കെ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഔട്ട നക്ഷത്രം ഇവരെ പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ 7:38 വരെയുള്ള സമയം ശുഭസമയമാണ്. 7:38 മുതൽ 9:08 വരെ രാഹുവിൻ്റെ സമയമാണ്. 10:38 മുതൽ ഉച്ച കഴിഞ്ഞ് 3:08 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. പഞ്ചമി തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:29 വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 16 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരുവാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംഖ്യാജ്യോതിഷം പറയുന്നു. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ അക്ഷരങ്ങളില്ലെങ്കിൽ വിഷമിക്കേണ്ട, സാമാന്യ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹം പ്രാപിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ മഹാദേവനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം സന്തുഷ്ടമാകും. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം വൈൻഡപ്പ് ചെയ്യാം. അതായത് തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അവിട്ട നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസം തിരുവോണം, ചിത്തിര, പൂരം, പൂയം, മകയിരം, ഭരണി, ഉത്രട്ടാതി, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.